നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ച് വലിയൊരു അപകടമുണ്ടായിരിക്കുന്നു. അപകടത്തിൽ 13 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകനും പരിക്കേറ്റു എന്നാണ് വിവരം. ഈദ് അൽ അദ്ഹ അവധി ദിവസങ്ങൾക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ തിരികെ എത്തുന്ന സമയത്താണ് ആദ്യ ദിവസത്തിൽ ഇത്തരമൊരു അപകടമുണ്ടാക്കിയിരിക്കുന്നത് എന്നത് വളരെ അസ്വസ്ഥമാക്കിക്കൊണ്ടാണ് ആളുകൾ ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നത്. ദേശീയപാത E311 ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഇങ്ങനെയൊരു അപകടം സംഭവിക്കുന്നത്. 6-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. വൈകിട്ട് 3 മണിയോടെയാണ് അപകടം നടന്നത് എന്നാണ് ഈ ആംബുലൻസ് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നാഷണൽ ആംബുലൻസ് വിഭാഗം അറിയിക്കുന്നത്. ഉടൻ തന്നെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അടിയന്തര മെഡിക്കൽ സംഘം ആ സംഭവ സ്ഥലത്തെത്തി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. റോഡ് സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അമിതവേഗം പാടില്ല എന്നും വാഹനം ഓടിക്കുന്നവരോട് ഈ ഒരു സന്ദർഭത്തിൽ അധികൃതർ നിർദ്ദേശിച്ചു. ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് യുഎഇയിൽ 2 ലക്ഷത്തിലധികം ദിർഹം വരെ പിഴ ചുമത്താവുന്ന കുറ്റകരമാണ്. ജൂൺ 9-ന് ഉച്ചകഴിഞ്ഞ് 3:11 സംഭവത്തെക്കുറിച്ച് അടിയന്തര കോൾ ലഭിച്ചതായിട്ടാണ് നാഷണൽ ആംബുലൻസ് ഈ ഒരു സംഭവത്തിൽ വിശദീകരണം നൽകുന്നത്. 13 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അടിയന്തര മെഡിക്കൽ ടീമുകളാണ് ആ സംഭവ സ്ഥലത്തെത്തി പരിചരണം നൽകിയത്. പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ 6-നും 12-നും ഇടയിൽ പ്രായമുള്ളവരാണുള്ളത്. ഷാർജയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ് അപകടം നടന്നതെന്നാണ് അതോറിറ്റി പ്രാരംഭ ട്വീറ്റിൽ വ്യക്തമാക്കിയത്. എന്നിരുന്നാലും പിന്നീട് ട്വീറ്റ് പിൻവലിക്കുകയായിരുന്നു. ഖലീജ് ടൈംസ് ഷാർജ പോലീസിനെ ബന്ധപ്പെട്ടു എന്നാണ് വിവരം. സംഭവം ഷാർജയിൽ നടന്നിട്ടില്ല എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നീട് ആളുകൾ. യുഎഇയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ കുറവാണ് എങ്കിൽ പോലും കുറച്ച് കാലമായിട്ട് ഇത്തരം അപകടങ്ങളൊക്കെ പലയിടങ്ങളിലായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരു സ്കൂൾ ബസ് പെട്ടെന്ന് വളഞ്ഞു വന്ന് നടപ്പാതയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 വിദ്യാർത്ഥികൾക്കും 2 സൂപ്പർവൈസർമാർക്കുമാണ് നിസ്സാരമായ പരിക്കേറ്റിരുന്നത്. അതേസമയം അതേ വർഷം തന്നെ ഓഗസ്റ്റിൽ 12 വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ചിരുന്ന ഒരു അനധികൃത ട്രാൻസ്പോർട്ട് വാഹനം ദുബായ് ഹൈവേയിൽ അനുവദനീയമായ യാത്രക്കാരുടെ പരിധിക്കപ്പുറം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 7 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിനും 11 പേർ പരിക്കേൽക്കുന്നതിനും കാരണമായി മാറിയിരുന്നു. റോഡ് സുരക്ഷയെക്കുറിച്ച് അധികൃതർ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് പതിവായിട്ട് മുന്നറിയിപ്പുകൾ നൽകുന്നത് ശ്രദ്ധേയമാണ്. വാഹനം ഓടിക്കുന്നവരോട് ഗതാഗത നിയമങ്ങൾ പാലിക്കാനും അമിത വേഗത ഒഴിവാക്കാനുമാണ് പറയുന്നത്. ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് ഏകദേശം 2 ലക്ഷത്തിലധികം ദിർഹം വരെ പിഴ ചുമത്താവുന്ന കർശന ശിക്ഷകളാണ് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുക എന്നുള്ള മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. ദുബായിൽ സ്കൂൾ ബസ് ഓപ്പറേറ്റർമാരും ഗതാഗത കമ്പനികളും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവർമാർക്ക് സമഗ്രമായ പരിശീലനം നൽകേണ്ടതുണ്ട് എന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ഷാർജയിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചും യാത്ര ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് അവരെ നിരീക്ഷിക്കാൻ വേണ്ടി 2000 ബസ്സുകളിൽ ക്യാമറകളും സുരക്ഷാ ഉപകരണങ്ങളും ഒക്കെ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് സൂചന.